ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പാസ്തയാണ്, എരിവോട് കൂടിയുള്ള പാസ്ത, മഷ്റൂം, ചിക്കൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, സബോള, ഗരം മസാല, ഇത് കെച്ചപ്പ്, ഇത് ചില്ലി, മുളക് പൊടിച്ചത്, സോയാ സോസ്, കുരുമുളക്, ബട്ടർ, ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. പിന്നെ ഞാനിപ്പം ഇത് വേവിക്കുക, പാസ്ത വേവിക്കുകയാണ്. പാസ്ത ഇതാണ്, ഇത് വേവിച്ചെടുക്കുക. പിന്നെ തക്കാളി നമ്മൾ പുഴുങ്ങിയെടുക്കണം, അത് തക്കാളി പേസ്റ്റ് ആക്കുകയാണ്. വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇടുകയാണ്, ഉപ്പ് പിടിക്കുകയാണ്. പിന്നെ നമ്മൾ പാസ്ത ഇടുകയാണ്, വെള്ളം തിളച്ചിട്ടുണ്ട്, പാസ്ത ഇടുക. നമ്മൾ പാസ്ത ഇട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ അകത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ പാസ്തയാണ്. നമ്മൾ സ്പൈസിയായിട്ട് നല്ല എരിവോട് കൂടിയുള്ളതാണ് ഉണ്ടാക്കുന്നത്. തക്കാളി പുഴുങ്ങിയെടുക്കാം. 2 തക്കാളിയാണ്, നമുക്ക് പുഴുങ്ങിയെടുത്തിട്ട് അരയ്ക്കണം. ചിക്കനിലേക്ക് കുരുമുളക് പുരട്ടി, നമ്മൾ ഉപ്പും കുരുമുളകും പുരട്ടി വറുക്കാൻ പോവാണ്. അത് പുരട്ടി ഒന്ന് വറുക്കാൻ പോവാം. അതുപോലെ മഷ്റൂമും അതെ, മഷ്റൂമും നമ്മൾ ഉപ്പിട്ട് കുരുമുളക് ഇട്ട് പുരട്ടി വെക്കാൻ പോവാണ്. പുരട്ടി അത് വറുക്കണം. കുരുമുളക് ഇട്ട് നമ്മളത് വറുത്തെടുക്കണം. മഷ്റൂമും ചിക്കനും ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ നമ്മൾ വറുത്ത് പോരുകയാണ്. ചിക്കൻ വറുത്ത് പോകും. അതിൻ്റെ അകത്തോട്ട് തന്നെ മഷ്റൂമും കൂടെ വറുത്ത് പോരാം. ചിക്കനും വെന്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് അവിടുത്തെ തന്നെ നമ്മൾ മഷ്റൂം കൂണും വറുത്ത് കോരുകയാണ്. ആയിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ മഷ്റൂം വറുക്കുക. അതിലോട്ട് നമ്മൾ മഷ്റൂം ഇടുകയാണ്, അതും വറുത്ത് കോരുക. ഉപ്പും കുരുമുളകും ഇട്ട് പുരട്ടി അതും കൂടെ വറുത്ത് കോരാം. തക്കാളി നമ്മൾ പുഴുങ്ങി വെച്ചതാണ്, അതിപ്പോൾ പൊളിച്ചെടുത്തു. നമ്മളത് മിക്സിയിലോട്ട് അരയ്ക്കാനിടുകയാണ്. വെള്ളമൊന്നും ചേർക്കണ്ട, അത് അരച്ചെടുക്കുക. നമ്മൾ ചെറിയ വെളുത്തുള്ളി ഇടുകയാണ്. എന്നിട്ട് നമ്മൾ സബോള വാട്ടുക. അതിലേക്ക് നമ്മൾ സബോള ഇടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നല്ലോ, നമ്മൾ കുട്ടികൾ കഴിക്കുന്ന എരിവില്ലാത്ത ഇപ്പോൾ സബോള വാട്ടുക. അതിൻ്റെ പച്ചക്കറി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഇടാം. അതിന് പിന്നെ ക്യാപ്സിക്കം ഒത്തിരി വേഗമൊന്നും വേണ്ട. ക്യാരറ്റ് അതിൻ്റെ അകത്തോട്ട് ക്യാരറ്റ് ഇട്ട് ക്യാരറ്റും കൂടെ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇടാം. നമ്മൾ ക്യാപ്സിക്കം ഇടുകയാണ്. അത് വിട്ട് ഒന്ന് ചെറുതായിട്ട് ക്യാപ്സിക്കം വാടിയാൽ മതി, ഒന്ന് വാടിയാൽ. ഇതിലേക്ക് ബട്ടർ ഇടുകയാണ്. കുറച്ച് ബട്ടർ ഇട്ട് വാട്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇതൊക്കെ ഇടുക. മുളക്, ചില്ലി, ചതച്ച മുളകാണ്, കുരുമുളക് പൊടി, ഗരം മസാല, സോയാ സോസ്,
കെച്ചപ്പ്, ഇത് സോയാ സോസ് ഇത്രയിട്ട് നമ്മൾ വാട്ടുകയാണ്. അതിലേക്ക് മഷ്റൂമും ചിക്കനും ഇടുക. ഇത് ഒത്തിരി വേഗമില്ല, പെട്ടെന്ന് എടുക്കണം. നമ്മൾ അതിൽ നിന്ന് തക്കാളി അരച്ച് വെച്ചില്ല, അതാണ് അങ്ങോട്ട് ഒഴിക്കുക. അതിലേക്ക് പാസ്തയും കൂടി ഇടുകയാണ്. പാസ്ത ഇട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക. പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ക്രൈസി ആയിട്ടുള്ള പാസ്തയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല എരിവുണ്ട്. നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ പാസ്തയാണ്, കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റോടു കൂടിയുള്ള പാസ്ത കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല പാസ്തയാണ്.